മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിന്റെ വരവിനെ നിങ്ങളുടെ മധ്യയെ വിളിച്ചറിയിക്കാൻ കിട്ടിയ ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയമാണ് ഈ സമയമൊക്കെ എങ്കിലും അല്പനിമിഷം ഈ സന്ദേശം ശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം ഇത് പറയുന്നതും കേൾക്കുന്നതും അനുസരിക്കുന്നതും അനുഗ്രഹമാണ്. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. ഇതാര് പറഞ്ഞു എന്നുള്ളതല്ല, ആര് കേൾക്കുന്നു എന്നുള്ളതല്ല, ആരനുസരിച്ചാലും അതിനനുഗ്രഹമായി മാറുവാൻ കഴിയുന്ന, അതിലേക്ക് എത്തിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുവാൻ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തീകരണമാണ് യേശുക്രിസ്തുവിന്റെ ജനനം. മറ്റൊരിടത്ത് പറയുന്നു, സകല മനുഷ്യനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷത്തിന്റെ ജനനമാണ് യേശുക്രിസ്തുവിന്റെ ജനനം. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ലോകത്തിന്റെ സകല പാപത്തെ ചുമക്കുവാൻ വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിനെ നമ്മുടെ മധ്യേ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം മഹാസന്തോഷത്തിന്റെ ദിനമാണ്. എല്ലാ ജാതിയിലുള്ള മനുഷ്യനും എല്ലാ മതത്തിലുള്ള മനുഷ്യനും ആചരിക്കുന്ന ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ. പല മനുഷ്യരും മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആഘോഷിക്കുമ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ജനിച്ചാലും മരിച്ചാലും മദ്യമില്ലാത്ത അല്ലെങ്കിൽ മദ്യമില്ലാത്ത ഒരു ജീവിതം മനുഷ്യരില്ലാത്ത തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ന് ഏറ്റവും അധികമായി മദ്യപാനികൾ, അതാര് എന്ത് എന്നൊന്നുമില്ല, ഏറ്റവും അധികമായി മദ്യപിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ നടന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് മദ്യം വേണമായിരുന്നു. യേശു ആരാണ് എന്ന് അറിയണ്ട, ആര് മരിച്ചാലും ഞങ്ങൾക്ക് മദ്യം വേണ്ട ഒരു സമയമുണ്ടായിരുന്നു. മദ്യപിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുകയുള്ളായിരുന്നു. ആരോടെങ്കിലും വഴക്ക് പിടിച്ചെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടായിരുന്നുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ മദ്യപാനത്തെയും ഞങ്ങളുടെ മറ്റു ലഹരി പദാർത്ഥങ്ങളിൽ നിന്നെല്ലാം പിടിവെച്ചത് യേശുവാണ്. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആചരിക്കുന്ന ഈ ദിവസം ഞാൻ നിങ്ങളുടെ മധ്യം നിന്ന് വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഇത്ര അധികമായി പ്രത്യേകതയുള്ളത്? കാലഘട്ടങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട പ്രവചന ദൂതാണ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും, എങ്ങനെയാണ് യേശു മരിക്കുക എന്നുള്ളതും, എവിടെയാണ് ജനിക്കുക എന്നുള്ളതും, എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ആ സത്യമായ സന്ദേശം വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവും യേശുക്രിസ്തുവിന്റെ മരണവും ഒക്കെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ വെറുക്കുന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങളെയൊക്കെ. മദ്യത്തിനും മയക്കുമരുന്നിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിച്ചു തള്ളുന്ന കഞ്ചാവിനകത്തും സന്തോഷം കണ്ടെത്തിയ ജീവിതമായിരുന്നു. ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ ജീവിതമായിരുന്നു. ഒന്നിനും വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞു, അരപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് എന്നുള്ളത്. ഇപ്പൊ സമൃദ്ധിയായി ഒരു ജീവിതം മനുഷ്യനുണ്ട്. എവിടെയാണ് സമൃദ്ധിയായ ജീവിതം എന്നത് മനുഷ്യൻ കണ്ടെത്തുവാനോ അതിലേക്ക് എത്തുവാനോ ശ്രമിക്കുന്നതല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത്. ഇപ്പൊ മരണത്തിനപ്പുറമായ ഒരു ജീവിതമുള്ളതുകൊണ്ടാണ് അങ്ങനെ യേശു പറയുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ്
വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പൊ മരണമെന്ന അവസാനമല്ലാത്തത് കൊണ്ടും അതിനപ്പുറമായ ഒരു ന്യായവിധി നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ ആ ന്യായവിധിക്ക് ശേഷം യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യനും രണ്ടാം മരണമായ തീപ്പൊയ്ക്ക് നിർത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ അധികമായി കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗം എത്രയധികമായി സന്തോഷിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതിലെത്തുവാൻ മുഖാന്തരമാക്കിയിരിക്കുന്നത്. ഒരു പാപിയെങ്കിലും, എല്ലാവരും വരുമെന്നല്ല വചനം പറയുന്നത്, ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗം അത്രയധികമായി സന്തോഷിക്കുന്നു പറയുമ്പോൾ ആ ഒരു പാപിയെ തട്ടിയാണ് യേശുവിന്റെ സന്ദേശം ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന് വേദപുസ്തകം ചോദിക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കുകയും ഇതിലെല്ലാം വസിക്കുകയും ചെയ്യുമ്പോൾ, ഇതിലെല്ലാം സന്തോഷം കണ്ടെത്തി ജീവിക്കുമ്പോൾ മനുഷ്യൻ മറന്നു പോകുന്നതാണ് മരണത്തെക്കുറിച്ചുള്ളത്. മരണത്തെക്കുറിച്ച് പലപ്പോഴും ഓർക്കുന്നത് അയൽപക്കത്തിന് മരണമുണ്ടാകുമ്പോൾ, വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആയുസ് ഇത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നിരിക്കുന്ന ആയുസ്സിൽ ജീവിച്ചു തീർക്കുന്നതാണ് നല്ലതാണെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം സത്യമാണ്. മരണത്തിനപ്പുറമായ ഒരു ജീവിതമുള്ളതും അത് എവിടെയാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞോ, ഏതെങ്കിലും അനാഥാലയങ്ങളിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞോ, നിത്യമായ ജീവനിലേക്ക് എത്തിക്കുവാൻ ആത്മാവിന് കഴിയുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നാം എല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് വിദൂരമല്ല. അന്ന് യേശുക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യനും, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യനും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്തുക. ഒരിക്കൽ നിക്കോമോദീസ് എന്ന പരീക്ഷ പ്രമാണി യേശുവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു തീർത്ത് തനിക്ക് നിത്യതയിൽ പോകാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്ത് കണ്ടെത്താൻ ആർക്കും കഴിയില്ല എന്ന് യേശു പറയാനിടവന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ല ദാനങ്ങൾ ചെയ്യുകയും പ്രമാണം അനുസരിച്ച് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആത്മാവിനാണ് വെള്ളത്താൽ വീണ്ടും ജനനം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നിത്യമായ രണ്ടാം മരണത്തിൽ ചെന്നെത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മെക്കാൾ എത്രയോ നല്ല ആളുകളാണ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുന്നത്. എത്രയോ ദാനങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോകുവാൻ കഴിയത്തില്ലായിരുന്നു. ആ സകല മനുഷ്യനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് സ്വർഗത്തിലെ സകല മഹിമയും വേണ്ടി ഇറങ്ങി വരികയും എന്റെയും നിങ്ങളുടെ പാപത്തിനും മരണത്തിനും വേണ്ടി കാൽവരിയാഗമായ ആ യേശുക്രിസ്തുവിൽ ഒരു നിത്യമായ ഒരു വാസമുണ്ട്. അത് പണം കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് കൊടുക്കുക, യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുക. ഇത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കുന്നത് കൊണ്ട് ഇതനുസരിക്കാത്ത ഒരു മനുഷ്യനും നിത്യമായ ജീവനിലേക്ക് പോകാൻ കഴിയുന്നതല്ല. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച നിമിഷം യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പിതാവാം ദൈവം അവിടെ വെളിപ്പെടുത്തുവാൻ ഇടവന്ന്, അതെ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേര് അറിയപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിൽ അവൻ അറിയപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം കാലത്തിന്റെ സമ്പൂർണതയിൽ കാലങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട പ്രവാചകന്മാരുടെ ആ ദൂതുകൾ നിവർത്തീകരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ കാലഘട്ടത്തിൽ വരികയും അവൻ നമുക്ക് വേണ്ടി ഒരിക്കലായി മരിക്കുകയും ഒരിക്കലായി ഉയർക്കുകയും ഒരിക്കലാക്കി മടങ്ങിപ്പോവുകയും അവൻ ഒരിക്കലായി വീണ്ടും മടങ്ങി വരാൻ പോകുന്ന ആ യേശുക്രിസ്തുവിന്റെ വരവടുത്തിരിക്കുന്ന യാസന വേളയിൽ ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപം എത്ര കഠിനപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല യേശുവുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായത്. അവസാനങ്ങളിൽ രക്തം പോലും നമുക്ക് ഡ്യൂട്ടി തന്ന പിടഞ്ഞു മരിച്ച ആ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതാണ്, നമ്മുടെ ശാപത്തെ മാറ്റുവാൻ കഴിയുന്നതാണ്, നമ്മുടെ രോഗത്തെ മാറ്റുവാൻ കഴിയുന്നതാണ്, നമ്മുടെ ജീവനെ അവൻ മരണത്തെ മാറ്റിക്കൊണ്ട് നിത്യമായി ജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തത്തിൽ കഴുകപ്പെടാത്ത, ആ
രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യനും നിത്യമായ ജീവനിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നാം പങ്കാളിത്തം വഹിച്ചില്ല എന്നുണ്ടെങ്കിൽ നാം എല്ലാം നശിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണാത്ത ഏവനെയും തീപ്പൊകി തള്ളിയിടപ്പെടും. അതെ, തീയിലേക്ക് പോകുവാൻ ആർക്കും ഇഷ്ടമല്ല, എന്നാൽ തള്ളിയിടപ്പെടുമെന്നാണ് വചനം പറയുന്നത്. തീയുടെ മധ്യം നിന്നുകൊണ്ട് അങ്ങോട്ട് ചാടാൻ കഴിയാതിരിക്കുമ്പോൾ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് അറിഞ്ഞിട്ട് ഇതിലേക്ക് വരാതിരിക്കുമ്പോൾ, ആ കഠിനമേറിയ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവ് കിട്ടുന്ന സമയം നാം വൃതമാക്കി കളയരുത്. ഈ സന്ദേശം കേൾക്കുന്ന സമയമായിരിക്കാം ഒരു പക്ഷേ രക്ഷയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ നാളിൽ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുവാണ്, നിങ്ങളെ ശ്രദ്ധിക്കണേ. എന്നെ കേൾക്കുന്ന ദേശമേ, ഞാനൊരു കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നേ ഇതിനപ്പുറം വന്ന് പരസ്യം ചെയ്തപ്പോൾ ഒരു സഹോദരൻ വന്ന് കേൾക്കുവാനിട വന്ന്, തൊട്ടപ്പുറം ഞാൻ പരസ്യം ചെയ്തപ്പോൾ അതേ വ്യക്തിക്ക് വന്ന് കേൾക്കുവാനിട വന്ന്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് മന്ദനങ്കവല ജംഗ്ഷൻ ഇരിക്കുന്നത് ഞാൻ കണ്ട്. അത് ഞാൻ പറയുന്നത്, ഈ സന്ദേശം നിങ്ങൾ തള്ളിക്കളയരുത്. അദ്ദേഹത്തിന് വേണ്ടി ദൈവം വന്ന് അയച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നു എന്നുള്ള ആ പൂർണ്ണ വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട്. കാരണം ഒരാളെങ്കിലും നിത്യത പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ സന്തോഷത്തെ കണ്ടുകൊണ്ട് മാത്രമായിരിക്കും ഇത് പറയുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തള്ളിക്കളയരുത്. ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാള് അല്ലെങ്കിൽ ആരോ എന്തോ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി തള്ളിക്കളയുമ്പോൾ, ജീവന്റെ സന്ദേശമാണ്, നിത്യതയുടെ സന്ദേശമാണ്, മരണത്തിനപ്പുറമായ നീക്കുപോക്കുകൾ നൽകുന്ന സന്ദേശമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് മടങ്ങി വരുവാൻ കഴിയുന്ന സമയം വൃതമാക്കി കളയരുത്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി എവിടെയാണ് ചെന്നെത്തുക എന്നത് ഈ സമയം വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇനി വസിക്കുന്നത്? ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യനും മരിക്കും, അതുപോലെ നമ്മൾ മരിച്ചു പോകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ നിമിഷം നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ള ഉറപ്പ് നാം കരസ്ഥമാക്കേണ്ടത് ഈ സമയമായിരിക്കണം. സമയം നിശ്ചയമില്ല, ഉറപ്പില്ല. നമുക്ക് മുന്നിലുള്ള സമയം നമ്മുടെയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നല്ല. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു ദൈവ പൈതലിനെ ഉറപ്പാക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുമെന്നുള്ള ആ ഉറപ്പാണ് ഞങ്ങൾ പരസ്യമായി നിന്ന് വിളിച്ചു പറയുന്നത്. അതല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനില്ല. മരിച്ചാൽ ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് നാം മടങ്ങി വരണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യ രക്ഷയുള്ളൂ എന്നുള്ള ആ സത്യവചനത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.